ടിക്ടോക്ക് അടക്കമുള്ള ആപ്പുകൾക്കൊപ്പം ഇന്ത്യ നിരോധിച്ച ചൈനീസ് ഓൺലൈൻ ഫാഷൻ ആപ്പായ ഷെയ്ൻ തിരിച്ചെത്തുന്നു. മുകേഷ് അംബാനിയുടെ റിലയൻസിന്റെ പിന്തുണയോടെയാണ് ഷെയ്ൻ ഇന്ത്യ ഫാസ്റ്റ് ഫാഷൻ ആപ്പ് തിരികെ എത്തുന്നത്. നിലവിൽ സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ഷെയ്ൻ ആപ്പിലൂടെയും ഓൺലൈൻ സ്റ്റോറുകളിലൂടെയും ഫാഷൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ കമ്പനിയുടെ പ്രവർത്തനം പച്ചപിടിക്കുന്നതിനിടെയായിരുന്നു 5 വർഷം മുൻപ് ഷെയ്ൻ അടക്കം നിരവധി ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചത്. പിന്നീട് 2023 മുകേഷ് അംബാനിയുടെ മകൾ ഇഷ അംബാനി നയിക്കുന്ന റിലയൻസ് റീറ്റെയിലുമായി കമ്പനി കരാറിലേർപ്പെടുകയായിരുന്നു. റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ് അതിന്റെ അനുബന്ധ സ്ഥാപനമായ റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ് ഷെയ്നിന്റെ ഉടമസ്ഥതയിലുള്ള റോഡ്ജെറ്റ് ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡുമായാണ് കരാറിലേർപ്പെട്ടത്. തദ്ദേശീയ ഇ-കൊമേഴ്സ് റീറ്റെയിൽ പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതിനാണ് ഈ കരാറെന്നായിരുന്നു വിശദീകരണം. പിന്നാലെ ഷെയ്നിന്റെ ആപ്പ് മാത്രമാണ് നിരോധിച്ചിട്ടുള്ളതെന്നും ഷെയ്നിന്റെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിക്കുകയായിരുന്നു. ഷെയ്നിന്റെ ബ്രാൻഡിന് കീഴിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ആഭ്യന്തരമായും ആഗോളമായും വിൽക്കുന്ന പ്രാദേശിക നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും ഒരു ശൃംഖല സൃഷ്ടിക്കുക എന്നതാണ് പുതിയ പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സഭയിൽ പറഞ്ഞിരുന്നു. ടെക്സ്റ്റൈൽസ് മന്ത്രാലയം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവുമായി ആഭ്യന്തര മന്ത്രാലയവുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പുതിയ പ്ലാറ്റ്ഫോമിലെ ഡാറ്റ ഇന്ത്യയിൽ തന്നെയായിരിക്കും സൂക്ഷിക്കുകയെന്നും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുകയെന്നും അനുമതി നൽകുന്നതിന് കാരണമായി മന്ത്രി പറഞ്ഞിരുന്നു. നിലവിൽ ഷെയ്ൻ ആപ്പിന്റെ ആൻഡ്രോയിഡ് iOS പതിപ്പുകൾ ലഭ്യമാണ്. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് പ്രാരംഭഘട്ടത്തിൽ സേവനം നൽകുന്നത്. രണ്ടാം ഘട്ടമായി രാജ്യവ്യാപകമായി ആപ്പിന്റെ സേവനം വിപുലീകരിക്കും. അതേസമയം ഷെയ്ൻ ആപ്പ് തിരികെ വന്നതോടെ സമാനമായി ടിക്ടോക്കും തിരികെ കൊണ്ടുവരുമോ എന്നാണ് ഉപഭോക്താക്കൾ ഉറ്റുനോക്കുന്നത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.